വ്യാജ വോട്ടർമാർ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പാടില്ല. അത് നിയമപരമായി തന്നെ ബന്ധപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് അത് ഉറപ്പുവരുത്തണം. മറ്റൊന്ന്, വ്യാജ വോട്ട് ചേർക്കാൻ സ്വാധീനിക്കപ്പെട്ടത് BLOമാരെയാണ്. ആ BLOമാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഈ മാർച്ചിലൂടെ ഉന്നയിക്കുകയാണ്. ഇതിനു മുമ്പ് തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യം ഇതുതന്നെയാണ്. ഇതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു പരിശോധന എന്ന് പറയുന്നത് പ്രഹസനമാവാൻ പാടില്ല. പ്രഹസനമാണെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് വരുമെന്നാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു സത്യസന്ധമായ ഇടപെടൽ നടന്നതായി ഞങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മാർച്ച് സംഘടിപ്പിക്കാൻ നിർബന്ധിക്കപ്പെട്ടത്. ഈ മാർച്ചിലൂടെ ഞങ്ങൾ ഉയർത്തുന്ന ഈ ആവശ്യം ഇവിടെ വിശദമായി തന്നെ സഖാവ് AK ബാലൻ അവിടെ നിങ്ങളോട് വിശദീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ഈ മൂത്താന്തറ പ്രദേശത്ത് 2 സ്കൂളുകളിലായിട്ടാണ് 6ഓളം വരുന്ന ബൂത്തുകൾ. കാലാകാലമായി കള്ളവോട്ട് നടക്കുന്ന സ്ഥലമാണ്. ബൂത്ത് പിടിച്ചെടുക്കൽ വരെ RSSൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ക്രിമിനൽ സംഘം നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ അതുകൂടി ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിൽ ഞങ്ങളിതിന് മുമ്പേ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പോലീസ് ബന്ദോബസ്ത അവിടെ ഉണ്ടാവണം. എല്ലാവർക്കും വോട്ട് ചെയ്യാൻ വന്ന് വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കാൻ നിയമ നടപടി സ്വീകരിക്കണം എന്നുകൂടി ഈ മാർച്ചിൻ്റെ ഭാഗമായി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. BLOമാരുമായിട്ട് കളക്ടർ ചർച്ച നടത്തിയിട്ട് അവർ പരിശോധിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. പുനഃപരിശോധിക്കണം, അതുപോലെ തന്നെ അതിനെ പുനഃപ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഏതായാലും ഈ 2 ദിവസത്തിനകം കഴിയുമോ എന്നുള്ളതെല്ലാം ഇലക്ഷൻ കമ്മീഷനാണ് പരിശോധിക്കുന്നത്. അല്ലാത്ത പക്ഷം ഞങ്ങൾ തുടർന്നും നിയമ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. ശരി, അത് അല്ല, 2 ദിവസത്തിനകം അവർ ചെയ്യേണ്ടത് ചെയ്യട്ടെ. ശരിയായിട്ടുള്ള എല്ലാ വോട്ടർമാർക്കും ഇവിടെ വോട്ട് ചെയ്യുക. വ്യാജ വോട്ടർമാരെ ചെയ്യാതിരിക്കാനുള്ള നടപടി സ്വീകരിക്കുക.